നവീകരിച്ച് നിലവിലുള്ള കെട്ടിടത്തിന് സമൂലമായ മാറ്റം വരുത്തി താഴത്തെ നിലയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഈ വരുന്ന 1-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു ആണ് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം ബാങ്കിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അത് മുൻ ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ KC രാജൻ അവറുകളാണ്. ഒപ്പം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചടുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വാഹനം പുതുതായി വാങ്ങിയത് അതിന്റെ ഭാഗകർമ്മം DCC പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കുന്നു. അതുപോലെ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാൻ ശ്രീ PR വസന്ത് നിർവഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാ ജനപ്രതിനിധികളും സഹകാരികളും സഹകരണ മേഖലയിലെ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ നടത്തപ്പെടുന്നത്. കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA ശ്രീ CR മഹേഷാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷനാകുന്നത്. തീർച്ചയായിട്ടും തഴവയുടെ സാമ്പത്തിക പുരോഗതിക്ക് അടക്കം തഴവയിലെ സഹകാരികളുടെ പുരോഗതിക്ക് അടക്കം ഈ ബാങ്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിയും. ഇന്ന് സഹകരണ ബാങ്കുകൾ തുലവും തുച്ഛമാണ് ലാഭത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ. ഞങ്ങളുടെ പ്രയത്നഫലമായി ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായി മാറ്റപ്പെടുത്തുവാനും നിക്ഷേപത്തിലും ബിസിനസ്സിലുമൊക്കെ വലിയ വർധന വഹിക്കുവാനും ഈ ചെറിയ കാലയളവിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസ്യത കൈമുതലാക്കിക്കൊണ്ട് ഈ ബാങ്കിനെ നാടിന് സമർപ്പിക്കുന്ന വേളയിൽ എല്ലാവർക്കും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകും. എല്ലാ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ബ്രാഞ്ചിലാണ് പാവുമ്പ ബ്രാഞ്ച്, ഒറ്റ ബ്രാഞ്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ ബ്രാഞ്ചുകൾ, കൂടുതൽ സായാഹ്ന ശാഖകൾ ഒക്കെ ആരംഭിക്കുന്നതിന് പദ്ധതിയുണ്ട്. ആ പദ്ധതികളുമൊക്കെയായി വരും കാലങ്ങളിൽ തഴവ സർവീസ് സഹകരണ ബാങ്ക് പുരോഗതിയുടെ പടവുകൾ ചവിട്ടുന്നതിന് ഒപ്പം സാക്ഷിയാകുന്നതിന് രാഷ്ട്രീയ ദിനമായ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ അതിൻ്റെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ തഴവ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങളുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമാണ് നടന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സഹകാരികളും അതിൻ്റെ അംഗങ്ങളും എല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ സഹകരണത്തിലും അവരുടെ കൂടുതലായിട്ടുള്ള സഹകരണം അല്ലാണ്ട് ഞങ്ങൾ അവിടെ അധികാരം വെക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശികയുടെ ഏർപ്പെട്ട് തന്നെ ഈ സഹകാരികളും അതിൻ്റെ അംഗങ്ങളും എല്ലാവരും തന്നെ ഞങ്ങളോട് സഹകരിച്ച് അതിൻ്റെ കടബാധ്യതകൾ ഏറെക്കുറെ തീർത്ത് ഇപ്പോൾ ആ സംഘം വളരെയേറെ ലാഭത്തിൽ എന്നൊരു അവസരത്തിലാണ് ഞങ്ങൾക്ക് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അഡ്വക്കേറ്റ് MA ആസാദ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ബോർഡ് മെമ്പർമാർ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ നിർമ്മിക്കുകയാണ്.